അങ്കിളിന്റെ ഡിപ്പാർട്ട്മെന്റ് വളരെ കെയർലെസ് ആണ്. എന്റെ ബ്രീഫ് കേസ് മോഷണം പോയി, പകരം ഇതാ എനിക്കൊരു കാലി ബ്രീഫ് കേസും കിട്ടി. പക്ഷേ അവർക്ക് വേണ്ടിയിരുന്നത് ദാ ഇവിടെ ഉണ്ട്. കക്കാൻ ശ്രമിച്ചവന് ആ പുസ്തകങ്ങളൊക്കെ വായിച്ച് കുറെ വിവരം ഉണ്ടാക്കട്ടെ. പണം നഷ്ടപ്പെടാതിരുന്നുകൊണ്ട് നിങ്ങൾക്ക് ഇതിന്റെ സീരിയസ്നെസ് അറിയില്ല. ഇതൊരു നിസ്സാര സംഭവമായി കാണാൻ എനിക്ക് സാധ്യമല്ല. നമ്മൾ ഇന്നലെ ആ പണത്തിന്റെ കാര്യം പറയുമ്പോൾ അവിടെ പുറത്തുനിന്ന് വന്നെന്ന് പറയാൻ എസ്കേപ്പ് അടിക്കലുണ്ടായിരുന്നു. അച്ഛാ പതുക്കെ പറ. കുമാർ, ആ പെട്ടി തരൂ, എനിക്ക് ആവശ്യമുണ്ട്. കൊടുക്കല്ലേ, പിന്നീട് അതിന്റെ പുറകിൽ നീ ഞാൻ നടക്കേണ്ടതായിട്ട് വരും. അതിന് വേറെ ആളുകളുണ്ട്. ഈ തുണി കൊണ്ട് 3 ബ്ലൗസോ? കൂടുതലുണ്ടെങ്കിൽ ഒന്നുകൂടെ തയ്ച്ചേര്. പെങ്ങളെ, ഇതിനേക്കാൾ ഭേദം ഒന്നുമില്ലാതെ നടക്കുന്നതാണ്. തറവാട്ടി പറഞ്ഞ പെണ്ണുങ്ങളോട് അനാവശ്യം പറയുന്നു. താൻ തയ്ക്കണ്ട, ഇങ്ങ് തന്നേര്. രാവിലെ കേറി വരും ഓരോ അലവലാദികൾ. നീ ആരമ്മ? സ്ത്രീകളോട് മാന്യമായി പെരുമാറാൻ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന തയ്യൽക്കാരനോട് പറയണം. ഞാൻ വീട്ടിലെ തയ്യക്കാരന്. ഹായ് അല്ല, എന്താ വേണം സാർ? പാന്റ് വേണം, ഷർട്ടോ വേണം, മുണ്ടോ വേണം? മാറിയില്ലടാ. നിന്നോട് ആര് പറഞ്ഞിട്ടാണ് ഇവിടെ കൊണ്ട് ഇത്ര ധൈര്യമായിട്ടാണ് വിഷയം വെച്ചത്? നിങ്ങൾ ആരാണ് മിസ്റ്റർ ചോദിക്കാൻ? ഞാൻ ആരാന്നോ? ഹാ, തും കോൻ ഹോ, നിങ്ങൾ ആരാണെന്ന്. ഞാനാണ് ലംബോദരം പിള്ള. ഏത് മൃഗോദരനായാലും ശരി, എനിക്ക് ചുക്കാണ്. എന്റെ പൊന്ന് ലംബോദരൻ ചേട്ടാ, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്, ക്ഷമിക്കണം. സുഭദ്രാമ ചേച്ചി പറഞ്ഞിട്ടാണ് ഞാനിവിടെ കടവെച്ചത്. എടി സുഭദ്രേ, എടി ഭദ്രകാളി, വാടിങ്ക. എന്താ ഇവിടെ വല്ല കൊലപാതകം നടന്നോ? കൊലപാതകം നടക്കൂടെ? നിന്നോട് ആര് പറഞ്ഞിട്ട് ഈ തുർക്കി തൊപ്പി ഇവിടെ കുടിയിരുത്താൻ? കുടിയിരുത്തിയല്ല, വാടകയ്ക്ക് കൊടുത്തതാ. ഞാനില്ലാത്ത സമയം നോക്കി എന്റെ അനുവാദം കൂടാതെ നീ വാടകയ്ക്ക് കൊടുക്കും അല്ലേ? നിങ്ങൾ ഇങ്ങനെ കാര്യം അറിയാതെ കിടന്ന് കുറയ്ക്കാതെ. അയാൾ ഇരിക്കുന്നിടത്ത് സകലവിധ ഐശ്വര്യവും സകലവിധ സൗഭാഗ്യവും ഉണ്ടാവുന്ന പറഞ്ഞിരിക്കുന്നത്. യാർ സ്വന്നെ, ആര് പറഞ്ഞു? ലംബേട്ടാ, അതൊരു കറതീർന്ന സത്യമാണ്. നിന്റെ കറ ഞാൻ ഇന്ന് തീർക്കും. എന്താ ചേട്ടാ ഇവിടെ ബഹളം? ലക്ഷ്മിക്കുട്ടി, ഞാനില്ലാത്ത നേരം നോക്കി ഇവനെ തയ്ക്കാനിരുത്തി. അതിന് ചേട്ടൻ എന്തിനാ ബഹളം വെക്കുന്നത്? അവനൊരു പാവമല്ലേ, എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചോട്ടെ. ചേട്ടന് വാടക കിട്ടിയാ പോരെ? അമ്മേ, എനിക്കിന്ന് ജോലി കിട്ടിയാ ഞാൻ കാല് കുത്തിന്റെ അടുത്ത് ഐശ്വര്യം ഉണ്ടാവും. ഒന്നും മിണ്ടാതിരാ അവിടെ. നിന്റെ ദേഹു കേട്ടോ അമ്മേ, ഞാനിന്ന് ഇയാളെ കണി കണ്ടാണ് ഇവിടുന്ന് ഇറങ്ങിയത്. ഏതായാലും എനിക്ക് വളരെ സന്തോഷമായി. വാ, വന്ന് വല്ല ആഹാരം കഴിക്കേ. രാവിലെ പോയതല്ലേ, ഇപ്പൊ ചേട്ടന് വിശ്വാസമായില്ലേ? സുനിയെ സുനിയെ, ഞാൻ എവിടെ പോയാലും സന്താന ലാഭം ഉണ്ടാവും. പച്ചോ പച്ചോ, അമിതാഭ് ബച്ചോ. നിനക്ക് തയ്യലല്ലേ ജോലി? അത് മട്ടും പാത്താ പോതും. ഹാജി, മാഷാ അല്ലാ. എടോ, വണ്ടി എടുക്ക. പറഞ്ഞ ഇഷ്ടപ്പെട്ടില്ലേ? എന്റെ പേര് രവി എന്നാണ്. ഓ, അത് ശരി. എന്നാലേ രവി സാറ് വണ്ടി ഒന്ന് എടുത്താട്ടെ. അത്ര അങ്ങോട്ട് വേണ്ട, ഡ്രൈവർ എന്ന് വിളിച്ചാൽ മതി. ഡ്രൈവർ ആദ്യം വണ്ടിയുടെ കാര്യം നോക്കണം. ഈ പേപ്പർ വായിക്കുന്ന സമയം കൊണ്ട് വണ്ടി ഒന്ന് കഴുകാൻ പാടില്ലായിരുന്നു. വണ്ടി കഴുകി മാത്രമല്ല, പെട്രോളും ഓയിലും എല്ലാം ചെക്ക് ചെയ്തിട്ടുണ്ട്. റേഡിയേറ്ററിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഏലും ഫുള്ളാണ്. ഓ, ചോദിച്ചതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. എന്താണ് അവിടെ ബഹളം? വാ, നമുക്ക് പോവാ. തമ്പി സാർ അങ്ങോട്ട് വന്നേക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സാർ എങ്ങോട്ടാണ്? പോകേണ്ട സ്ഥലം പറഞ്ഞാലേ സാർ വണ്ടി എടുക്കുള്ളൂ. ഓ, അങ്ങനെയൊന്നുമില്ല. കുമാർ, ബുള്ളിയൻ മാർക്കറ്റിലെ ഗോൾഡിന്റെ ഇന്നത്തെ ക്ലോസിംഗ് പ്രൈസ് എന്താണ്? എനിക്കറിയില്ല, ഞാൻ ഇന്നത്തെ പേപ്പർ നോക്കിയില്ല. 1250 രൂപ. ഓഹോ, ഫോറിൻ എക്സ്ചേഞ്ചിൽ ഡോളറിന്റെ ഇന്നത്തെ വാല്യൂ എന്താണെന്ന് നിനക്കറിയാമോ? എനിക്കറിയില്ല, ഞാൻ പേപ്പർ നോക്കിയില്ലെന്ന് പറഞ്ഞില്ലേ. 850. നിനക്ക് എങ്ങനെ അറിയാം? ഞാൻ പത്രം വായിക്കാറുണ്ട് സാർ. സാർ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് പറഞ്ഞില്ലല്ലോ. ബാങ്കിലേക്ക്. ബാങ്കൊക്കെ സമരത്തിലാണല്ലോ സാർ. നിനക്കെങ്ങനെ അറിയാം? ഞാൻ പത്രം വായിക്കാറുണ്ട് സാർ. അല്ലെങ്കിൽ 10 മണിക്ക് എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വരാമെന്ന് പറഞ്ഞാണ്. ഇപ്പൊ മണി 12ആയി. ആ ചേട്ടൻ വന്നു തോന്നുന്നു. അത് നിന്റെ ചേട്ടനൊന്നുമല്ല, ഇവിടുത്തെ വണ്ടിയാ. അച്ഛനെ കൊണ്ടുവിട്ടിട്ട് വന്നതാ. വരൂ. നിനക്ക് അത്യാവശ്യമാണെങ്കിൽ ഇവിടുത്തെ വണ്ടി പോയിക്കോളൂ. താങ്ക് യു സുമ. ആ ഡ്രൈവർ, ഇവര് വീട്ടിൽ വിട്ടിട്ട് വരൂ.
ഞാൻ തന്നെ, ഡ്രൈവർ രവി. അന്ന് തമാശയിൽ പറഞ്ഞത് ഇത്ര വേഗം കാര്യമാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ ഈ സിറ്റിയിൽ ചുറ്റിത്തിരിയാത്ത സ്ഥലമില്ല. വെറുതെ കാഴ്ച കാണാനല്ല, ഒരു ജോലിക്ക് വേണ്ടി. എന്നും നിരാശയോടെയാണ് വീട്ടിൽ ചെന്ന് കയറുന്നത്. അമ്മയുടെ മുഖം കാണുമ്പോൾ അതിലേറെ സങ്കടം. സത്യത്തിൽ ഒരു ഡ്രൈവറായതിൽ ഞാൻ സന്തോഷിച്ചു. രാധയ്ക്ക് ഒരു പക്ഷേ ഇതൊരു കുറവായി തോന്നിയേക്കാം. ഇല്ല, രവിയുടെ ജോലിയല്ല, രവിയാണ് ഞാൻ സ്നേഹിച്ചത്. ആരായാലും രവി എനിക്കെന്റെ പഴയ രവി തന്നെയാണ്. യാഥാർത്ഥ്യങ്ങളെ നീ മറച്ചു പിടിക്കാൻ ശ്രമിക്കും. നമ്മുടെ സീറ്റുകൾ തമ്മിൽ വലിയ അകലമില്ലെന്ന് നിനക്ക് തോന്നിയേക്കാം. പക്ഷെ ഒരിക്കലും അടുക്കാൻ കഴിയാത്ത രണ്ട് വ്യവസ്ഥിതികളുടെ അകലമുണ്ട്. വണ്ടി നിർത്തൂ. ഇപ്പോൾ വ്യവസ്ഥിതികൾ തമ്മിലുള്ള അകലം കുറഞ്ഞില്ലേ? ഇനി വിവാഹം കഴിയുമ്പോൾ അകലമേ ഇല്ലാതാവും. നമ്മൾ ഒന്നാകും. നിന്നെ വിവാഹം കഴിക്കാൻ വേണ്ടി ഒരിക്കൽ നിന്റെ അച്ഛനെയും അമ്മയെയും സമീപിച്ചു. എപ്പോൾ? എന്നിട്ട്? അവരെന്നെ വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിച്ചു. എന്നിട്ട് എന്നോട് ചോദിച്ചു എന്താണ് ജോലിയെന്ന്. ഞാൻ പറഞ്ഞു തമ്പി അദ്ദേഹത്തിന്റെ വീട്ടിൽ ഡ്രൈവറാണ്. അത് കേട്ടപ്പോ സന്തോഷം കൊണ്ട് അവരെന്നെ കെട്ടിപ്പിടിച്ചു. മകൾക്ക് പറ്റിയൊരു ഭർത്താവിനെ കിട്ടിയതിൽ അവർ അഭിമാനം കൊണ്ടു. ഞാൻ ഞെട്ടി ഉണർന്നപ്പോഴാണ് മനസ്സിലായത് അതൊരു സ്വപ്നമാണ്. ഇല്ല രവി, ആ സ്വപ്നം യാഥാർത്ഥ്യമാകും. വെരി ഗുഡ്. നിനക്ക് ആരോടാണ് ഇത്ര വലിയ ദേഷ്യം? എന്നോട് തന്നെ. തമ്പിയുടെ മകളുടെ വിവാഹ നിശ്ചയത്തിന് എനിക്ക് ക്ഷണമുണ്ട്. നിനക്കും കാണും. നിർഭാഗ്യത്തിന് വരന്റെ സ്ഥാനത്ത് നിന്റെ പേരിന് പകരം കുമാറിന്റെ പേരാണ്. എന്നെ അഭിനന്ദിക്കാൻ വന്നതായിരിക്കും. അല്ല, നിന്നോട് സഹതാപം കാണിക്കാൻ ഒരു സുഹൃത്ത് ആവശ്യമാണെന്ന് കരുതി. ഓഹോ. മനുഷ്യനൊന്ന് വിചാരിക്കുന്നു, വിധി മറ്റൊന്ന്. നീ കണ്ടതെല്ലാം സ്വപ്നവും കേട്ടതെല്ലാം നുണയുമാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഞാൻ ഒരിക്കലും തോൽവി സമ്മതിക്കില്ല.